കേരളവുമായി ബന്ധപ്പെട്ട് എപ്പോഴും സാമ്പത്തിക ബാധ്യതയുടെയും പെൻഷൻ മുടങ്ങുന്നതിന്റെയും ഒക്കെ വാർത്തകൾ ആണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ആശ്വാസകരമാകുന്ന ഒരു വാർത്ത നമ്മുടെ കായിക മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. രാജ്യാന്തര സ്പോർട്സ് സമ്മിറ്റിലൂടെ 5000 കോടി രൂപയുടെ നിക്ഷേപം ലഭിച്ചതായാണ് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ ന്യൂസ് 8 അറിയിച്ചിരിക്കുന്നത്. കായിക രംഗത്ത് 10,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്ന് അദ്ദേഹം പറയുന്നു. നമുക്കറിയാം, തൊഴിലില്ലായ്മ അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യമാണ്. കേന്ദ്ര സർക്കാരിനെതിരെയും ഒക്കെ വലിയ വിഷയമായി തൊഴിലില്ലായ്മ എന്നത് അതിനെതിരായ പ്രതിഷേധങ്ങളായാലും പ്രക്ഷോഭങ്ങളായാലും ഒക്കെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. മനുഷ്യച്ചങ്ങലയിൽ ഉൾപ്പെടെ ഏറ്റവും പ്രധാനം ഈ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്ന കാര്യമായിരുന്നു ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. അപ്പോൾ 10,000 തൊഴിലവസരങ്ങൾ സംസ്ഥാനത്ത് സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ വലിയ ആശ്വാസം യുവാക്കളെ സംബന്ധിച്ച് അത് ഉണ്ടാക്കും എന്നത് ഉറപ്പാണ്. സാധാരണക്കാരായ കായിക താരങ്ങൾക്ക് മികച്ച പരിശീലനം ഉറപ്പാക്കാൻ പഞ്ചായത്ത് തലം മുതൽ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മന്ത്രി പറയുന്നു. കായിക താരങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരിഗണന നൽകുന്ന സംസ്ഥാനമാണ് കേരളം. ഓരോ വർഷവും 50 നിയമനങ്ങൾ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്നുവെന്നും ഇതിനോടകം 741 കായിക താരങ്ങൾക്ക് നിയമനം നൽകിയതായും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. 4 ദിവസം നീണ്ട ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റിന് തിരുവനന്തപുരത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ സമാപനമാകുകയാണ്. കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ ന്യൂസ് 8 ചേരുന്നു. ഇങ്ങനെയൊരു രാജ്യാന്തര തരത്തിലുള്ള സമ്മിറ്റ് നടത്തിയതിലൂടെ നമ്മുടെ കായിക രംഗത്തിന് ഏത് തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ സമാപിക്കുമ്പോൾ കരുതാൻ കഴിയുന്നത്? നമ്മുടെ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന കായിക രംഗങ്ങളിൽ അതുമായി നടന്ന ചർച്ചകൾ, അതിൽ അവതരിപ്പിക്കുന്ന പ്രബന്ധങ്ങൾ, ഇതൊക്കെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിന് മുതൽക്കൂട്ടാണ്. ഇന്ന് നമ്മൾ മുന്നോട്ട് വെച്ച കായിക നനവുമായി ബന്ധപ്പെട്ട് അതിന് ശക്തി പകരുന്ന നിരവധി രേഖകൾ നമുക്കിതിൽ ലഭ്യമാകുന്നു. വിവിധ യൂണിവേഴ്സിറ്റികൾ ഇവിടെ അവതരിപ്പിച്ച 27 പ്രമേയങ്ങൾ അത് പ്രബന്ധങ്ങളായി മാറും. അതിൻ്റെ ഗുണം നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ലഭ്യമാണ്. ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ക്രിക്കറ്റ് താരങ്ങൾ, അല്ലെങ്കിൽ ഫുട്ബോൾ താരങ്ങൾ, നീന്തൽ താരങ്ങൾ, അപ്പോൾ ഈ ഒളിമ്പിക്സ് ലക്ഷ്യമാക്കിക്കൊണ്ട് വരെ മുമ്പോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് താരങ്ങളുണ്ട്. പക്ഷേ സാധാരണക്കാരായ ആളുകൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് നേരിടുന്നതിൻ്റെ ചെലവാണ്. അപ്പോൾ ഈ ചെലവ് കുറച്ചുകൊണ്ട് അവർക്ക് മികച്ച രീതിയിലുള്ള ഈ കായിക പരിശീലനം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും അവസരങ്ങൾ ഈ ഒരു സമ്മിറ്റിലൂടെ തുറക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. ഈ സമ്മിറ്റിൻ്റെ പ്രത്യേകത തന്നെ അതാണ്. പഞ്ചായത്ത് തലത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുന്നോട്ട് വെച്ച 1000 പദ്ധതികളാണ് നമ്മൾ അടുത്ത വർഷം മുതൽ നടപ്പിലാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ മൈക്രോ ലെവൽ സ്പോർട്സ് എന്ന് അതിനെ പറയുന്നത്. ആ പരിശീലന പരിപാടികൾ അതാത് പഞ്ചായത്തുകളിൽ നിന്ന് തുടങ്ങി അതിനെ നമ്മുടെ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഏറ്റെടുക്കുകയും അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന കുട്ടികളെ നമ്മുടെ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ പരിശീലിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനൊക്കെ തന്നെ കൃത്യമായ പ്ലാനുകൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ പ്ലാനുകൾ നടപ്പിലാക്കുന്ന ആവശ്യമായുള്ള പരിശീലകരെ നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ മേഖല നിങ്ങൾ കാണേണ്ടത് കായികത്തെ ഒരു സാമ്പത്തിക മേഖല കൂടിയാക്കി നമ്മൾ മാറ്റുക. കായിക രംഗത്തെ സാമ്പത്തിക മേഖലയിൽ വിവിധ ഘട്ടങ്ങളുണ്ട്. അത് വിദ്യാഭ്യാസത്തിൽ വരണം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് വിഭാവനം ചെയ്യുന്ന ഈ പദ്ധതി പ്രകാരം അടുത്ത വർഷത്തിൽ 10,000 പേർക്ക് ജോലി ചെയ്യുമെന്ന് നമുക്ക് കഴിയും. അതോടൊപ്പം തന്നെ കായിക അടിസ്ഥാന വികസനത്തിൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം 1700 കോടി രൂപയാണ് ചെലവഴിച്ചത്. ഇതിലൂടെ നമുക്ക് ലഭ്യമായിട്ടുള്ള ഇപ്പോൾ ഏറ്റവും പുതിയ കണക്ക് 5250 കോടി രൂപയുടെ ഈ രാജ്യാന്തര സമ്മിറ്റിലൂടെ നമുക്ക് കേരളത്തിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിരവധി കായിക താരങ്ങൾക്ക്, അതായത് നേരത്തെ തന്നെ സർക്കാർ ജോലിയിൽ പ്രവേശിക്കേണ്ടിയിരുന്നവർ, അവർക്കിപ്പോഴും അതിന് കഴിയാതെ തെരുവിൽ സമരം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ത്യയിൽ തന്നെ ഒരു സംസ്ഥാനം ഏറ്റവും അധികം കായിക താരങ്ങൾക്ക് സർക്കാർ ജോലി നൽകിയത് കേരളത്തിലാണ്. നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉന്നയിക്കുന്നത്? ഈ ജൂഡോ താരങ്ങളടക്കം പലപ്പോഴും ഈ ഒരു മാസം മുമ്പ് വരെ, അതായത് അവർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മിനിസ്റ്ററുമായിട്ട് ചർച്ച നടത്തിയിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തുള്ള ലിസ്റ്റായിരുന്നു ഏറ്റവും പഴയത്. ആ ഗവൺമെൻറ് ആർക്കും തന്നെ ജോലി കൊടുത്തിട്ടില്ല. 7.5 വർഷം മുമ്പ് അവർക്ക് മുഴുവൻ നമ്മളിപ്പോൾ ജോലി കൊടുത്തു കഴിഞ്ഞു. ഒരു വർഷത്തിൽ 50 പേർക്കാണ് നമ്മൾ ജോലി കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ അധികാരത്തിൽ വന്നതിന് ശേഷവും ഇപ്പോൾ അത് പ്രകാരം 741 ആളുകൾക്ക് ഇപ്പോൾ ജോലി നൽകി കഴിഞ്ഞു. ഇനി 2019-20 ലിസ്റ്റിൽ വരുന്ന ആളുകളാണ്. അത്
അതിൻ്റെ അപ്പോയിൻമെൻറ്റ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകിയതും നമ്മളാണ്. പക്ഷേ ഇതിനെ വേറെ രീതിയിൽ വക്രീകരിച്ച് കാണിക്കാനുള്ള നടപടികൾ ശരിയല്ല. അത് പ്രചരണം മാത്രമാണ്. ഈ കാര്യത്തിൽ ഇന്ത്യയിലൊരു സംസ്ഥാന ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് കേരളം മാത്രമാണ്. അത് മാത്രമല്ല, കായിക താരങ്ങൾക്ക് ജോലി നൽകുക എന്നുള്ളതിൽ മറ്റൊരു ആശയം കൂടിയുണ്ട്. അവർ കായിക രംഗത്ത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നിലകൊണ്ടവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം സേഫാക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ജോലികളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ മറ്റുള്ള പ്രോപഗണ്ടകളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഈ ഒരു സമ്മിറ്റ് കൊണ്ട് നമുക്ക് എത്ര വർഷത്തിനകം ഒരു തൊഴിൽ ഇത്രയധികം ആളുകൾക്ക്, ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ച പോലെ 5000-ലധികം കോടിയുടെ നിക്ഷേപം ഇവിടേക്ക് എത്തുന്നുവെന്ന് പറയുമ്പോൾ അത് തൊഴിൽപരമായി എത്ര പേർക്ക് എത്ര നാളുകൾക്കകത്ത് ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരം ലഭിക്കും എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ കായിക വകുപ്പിന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ മറ്റൊന്നുണ്ട്, ക്രിക്കറ്റ് അസോസിയേഷൻ മുന്നോട്ട് വെക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്. ആ ഇൻവെസ്റ്റ്മെൻറ്റ് പൂർത്തി വരുമ്പോൾ എത്ര ജോലി കിട്ടും നിങ്ങൾ തന്നെ പറയാം. ഏകദേശം അവർ മുന്നോട്ട് വെക്കുന്ന 1200 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ നോക്കുക. അതിൻ്റെ നിർമ്മാണമടക്കമുള്ള മേഖലയെല്ലാം തൊഴിലല്ലേ, അതിൻ്റെ പരിപാലനം തൊഴിലല്ലേ, അതിൻ്റെ റഫറിമാർ തുടങ്ങി എല്ലാവർക്കും അതിൽ നിന്നും ജോലി ലഭ്യമാക്കുകയാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ഫുട്ബോൾ അസോസിയേഷൻ മുന്നോട്ട് വെക്കുന്നത് എത്ര പേർക്ക് തൊഴിലാണ്. അപ്പോൾ അങ്ങനെയാണ് തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടുക. കേരളം പോലുള്ള സംസ്ഥാനത്ത് തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടണം. പുതിയ മേഖലയിലേക്ക് നമ്മൾ കിടക്കണം. അതാണ് നമ്മൾ പ്രാവർത്തികമാക്കി എടുക്കുകയാണ് ഇതിലൂടെ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ നമ്മളിപ്പോൾ പിച്ച് ചെയ്ത് കഴിഞ്ഞു, നമ്മളിത് ആരംഭിച്ചു കഴിഞ്ഞു. ഇതിൽ നമ്മൾ 100 ദിവസത്തെ ഫോളോ അപ്പ് വർക്കുകൾ നടത്തുക, കാര്യങ്ങൾ പഠിക്കുക, അതെങ്ങനെ ഏറ്റവും വേഗത്തിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ അടുത്ത 1 വർഷത്തെ ഇതിനെ തുടർ പ്രവർത്തനങ്ങളാണ് നടക്കാൻ പോകുന്നത്. ആ തുടർ പ്രവർത്തനങ്ങളുടെ നിങ്ങൾ പറയുന്ന എല്ലാ സംശയങ്ങൾക്കും അത് നിവാരണമുണ്ടാവും. സാധാരണക്കാരായ കായിക താരങ്ങളുടെ പ്രതീക്ഷകൾക്ക് നിറം പകരുന്ന ഒരു രാജ്യാന്തര സമ്മിറ്റിനാണ് സമാപനമാകുന്നത്. അത് 5000 കോടിയുടെ നിക്ഷേപത്തിലൂടെ 10000-ലേറെ താരങ്ങൾക്ക് അല്ലെങ്കിൽ തൊഴിൽ നൽകുന്ന തരത്തിലേക്ക് ആ സമ്മിറ്റ് മാറുമെന്ന ഉറപ്പും മന്ത്രി നൽകുന്നു. ക്യാമറമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.